ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ പി ഗണേഷ് കുമാർ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയുകയുണ്ടായി. ഞാൻ നിങ്ങളെ കേൾപ്പിക്കാതെ. അതായത് ആരോഗ്യവാനായിട്ടുള്ള കണ്ടക്ടർ, ഡ്രൈവർ അതർ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന കാര്യം അത് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യമാണ്. അതിന് ചില ഭാഗങ്ങൾ കേൾപ്പിക്കാം. അതായത് കണ്ടക്ടർ പോയിട്ട് വേറെ ജോലികൾ ചെയ്യാം. അതായത് വണ്ടികൾ സമയത്ത് വരുന്നുണ്ടോ എന്ന് പോകുന്നോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ആരോഗ്യവാനായ ഒരു കണ്ടക്ടർ ഇരിക്കാൻ. ആരോഗ്യവാന അതിൻ്റെ ആവശ്യമില്ല. ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ട് ലൈറ്റ് ഡ്യൂട്ടി കൊടുത്ത ആളുകളുണ്ട്. അവരായിരിക്കും അത്തരം ജോലികൾ ഇനി ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഈ വെറുതെ ഇരുന്നുള്ള പണി ഇല്ല. ആരോഗ്യമുള്ള എല്ലാവരും ഫീൽഡിലേക്ക് പോയിട്ട് അതർ ഡ്യൂട്ടി അവസാനിപ്പിക്കാൻ. KSRTC മീഡിയ വിങ്ങിലും ജോലി ചെയ്യുന്ന 3 പേര് അത് കൂടാതെ KSRTC CMDയുടെയും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെയും ഓഫീസിലിരിക്കുന്നവരൊഴിച്ച് ബാക്കി എല്ലാ അതർ ഡ്യൂട്ടിയും അവസാനിപ്പിച്ചിരിക്കുന്നു. കർശനമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അത് നടപ്പിലാവുന്നുണ്ടോ എന്ന് മന്ത്രി എന്ന നിലയിൽ ഞാൻ നേരിട്ട് നോക്കും. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. ഒരു അതർ ഡ്യൂട്ടി അനുവദിക്കില്ല. ഈ ഭാഗത്ത് മന്ത്രി പറയുന്ന ഒരു കാര്യം, അവിടെ ഈ പല ഡിപ്പോകളിലും വാഹനം വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒന്നിലധികം ആളുകളെ ഇത്തരത്തിൽ അതർ ഡ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർമാരായിട്ട് ഇരുത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഈ ഉത്തരവിനെ വളരെ സാഹൂതം വീക്ഷിച്ചിരുന്ന ഒരാളാണ്. കാരണം ഇവിടെ അതർ ഡ്യൂട്ടിയിലെ സ്റ്റേഷൻ മാസ്റ്റർമാരായിട്ടിരിക്കുന്നത് ഈ കണ്ടക്ടർമാരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണകക്ഷി പ്രതിപക്ഷ രാഷ്ട്രീയ യൂണിയന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവരെയൊക്കെ ഒഴിവാക്കാനാണല്ലോ തീരുമാനിച്ചത്. മന്ത്രിക്ക് ഇത് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് മന്ത്രിയുടെ ആ പത്രസമ്മേളനത്തെ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചു. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്മിനിസ്ട്രേറ്റീവ് ഒരു ഉത്തരവ് ഇറക്കി. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ആ ഉത്തരവിൽ പറയുന്നത്, ചീഫ് ഓഫീസ് ഉത്തരവില്ലാതെ അതർ ഡ്യൂട്ടിയിൽ ലൈറ്റ് ഡ്യൂട്ടി ഒഴികെ TNC, ടൈം കീപ്പിംഗ്, പോയിന്റ് ഡ്യൂട്ടി, ഗ്രൗണ്ട് ഡ്യൂട്ടി, ഗാർഡ്, പിയൂണ്, സ്റ്റോർ അസിസ്റ്റന്റ്, പമ്പ് ഓപ്പറേറ്റർ, ML സെക്ഷൻ അസിസ്റ്റന്റ്, ഫ്രണ്ട് ഓഫീസ് തുടങ്ങിയ അടുത്തുള്ള ഡ്യൂട്ടികൾ നിർവഹിച്ചു വരുന്ന ജീവനക്കാരെ അടിയന്തിരമായി പ്രസ്തുത ജോലിയിൽ നിന്നും വിടുതൽ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതിനകത്ത് മന്ത്രി പറഞ്ഞ ആരോഗ്യവാനായ കണ്ടക്ടർ വണ്ടി വരുന്നുണ്ടോ പോകുന്നുണ്ടോ നോക്കാൻ ഇരുന്ന സാധനമില്ല. ഇവിടെയാണ് വളരെ കൃത്യമായ കാറ്റഗറിസം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടികളിൽ ഈ ടൈം കീപ്പിംഗ് മിക്കവാറും കണ്ടക്ടർമാരുണ്ട്, TNCയിൽ ഉണ്ട്. ബാക്കി പറഞ്ഞിട്ടിരിക്കുന്ന ഈ പോയിന്റ് ഡ്യൂട്ടി, ഗ്രൗണ്ട് ഡ്യൂട്ടി, ഗാർഡ്, പിയൂണ്, സ്റ്റോർ അസിസ്റ്റന്റ്, പമ്പ് ഓപ്പറേറ്റർ തുടങ്ങിയ ജോലികൾ നിർവഹിക്കുന്നത് ഡ്രൈവർ മെക്കാനിക്കൽ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ മന്ത്രി പറഞ്ഞത് എന്താണ്? ഇവിടെ നിലവിൽ കണ്ടക്ടർമാരുടെ കുറവുണ്ട്, ബദലി കണ്ടക്ടർമാർ ഇവിടെ നിയമിക്കപ്പെടുന്നു. അവിടെ പകരം എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താണ്? ഈ ഡ്രൈവർമാർക്കുള്ള അതർ ഡ്യൂട്ടികൾ നിൽക്കുന്ന എല്ലാ അതർ ഡ്യൂട്ടി നിൽക്കുന്ന ആളുകളെ ഒഴിവാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോഴും എന്താണ്, ഇപ്പൊ എല്ലാ ഡിപ്പോകളിലും ഈ പറഞ്ഞ അതർ ഡ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർമാരായിട്ട് ഈ മന്ത്രി പറഞ്ഞ ആരോഗ്യമുള്ള ആളുകൾ ഇരിപ്പുണ്ട്. അവരെല്ലാം ഈ പറഞ്ഞ രാഷ്ട്രീയ ട്രേഡ് യൂണിയന്റെ വക്താക്കളാണ്, അതിന്റെ നേതാക്കന്മാരാണ്. അപ്പൊ അവിടെ ഇവർ ഇരിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പം പറഞ്ഞുതരാം. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മുടെ ബ്രീത്ത് എയർലൈസർ വെച്ച് ഊതിക്കുന്ന പരിപാടി അത് ഈ സ്റ്റേഷൻ മാസ്റ്റർമാരെ ഏൽപ്പിച്ചു. അപ്പൊ അതർ ഡ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർമാരെ. അപ്പൊ സംഭവം എന്താണ്? രാഷ്ട്രീയപരമായിട്ട് വൈരാഗ്യമുള്ള ആളുകളെ മനഃപൂർവ്വമായിട്ട് ദ്രോഹിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ മിഷനുകളിൽ ചില കൃത്രിമങ്ങൾ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുള്ള മിഷനിൽ കൃത്രിമം കാണിക്കുന്നത് ഇലക്ട്രോണിക് മിഷനാണ്. അവിടെ കൃത്രിമങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. കാരണം ജീവനക്കാർ പരാതിപ്പെടാൻ പോലുള്ള അവസരം നൽകാതെയാണ് ആ രീതിയിൽ ജീവനക്കാരെ അവഹേളിച്ചും അപമാനിച്ചും കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ ഈ അതർ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന യൂണിയൻ നേതാക്കളായിട്ടുള്ള സ്റ്റേഷൻ മാസ്റ്റർമാരായിട്ടുള്ള അതർ ഡ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ, അതായത് കണ്ടക്ടർമാർ, ഇത്തരം ആളുകളെ ഒഴിവാക്കുന്ന ഒറ്റയടിക്ക് മന്ത്രി പറഞ്ഞപ്പോൾ KSRTCയിൽ വിപ്ലവകരമായ ഒരു മാറ്റം മന്ത്രി കൊണ്ടുവരും എന്ന് കരുതി. തെറ്റാണ്. മന്ത്രിക്ക് ഇതിന് മുകളിൽ, അതായത് ഈ ട്രേഡ് യൂണിയന്റെ അംഗീകൃത ട്രേഡ് യൂണിയനുകളിലെ ഇവിടുത്തെ ഭരണകക്ഷി ട്രേഡ് യൂണിയന്റെ അതർ ഡ്യൂട്ടി സമ്പ്രദായത്തിന് മേലെ പറക്കാനുള്ള ചിറകിന് കരുത്തൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയിപ്പോ മന്ത്രി പറഞ്ഞിട്ട് മന്ത്രി അത് മേടിച്ചാണോ അതോ ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ഇവരല്ല ഈ രാഷ്ട്രീയത്തിന്റെ, അതായത് ഈ എന്ത് സഹായം എവിടുന്ന് കിട്ടും, ഞങ്ങൾ ഇരിക്കുന്ന കസേര ഉറപ്പിക്കുകയും അവിടെ ഇരുന്നുകൊണ്ട് അഴിമതി ചെയ്യുവാൻ വേണ്ടി രാഷ്ട്രീയ തണൽ തേടി നടക്കുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ പറ്റില്ല. മന്ത്രി ഇതുപോലെ പത്രങ്ങളെ കാണുമ്പോൾ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വളരെ കാതുകൾക്ക് ഇമ്പമായി തോന്നുന്നെങ്കിലും അത് നടപ്പിലാക്കുവാൻ മിസ്റ്റർ ഗണേഷ് കുമാറിന് സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് അങ്ങ് പറഞ്ഞ ആ പത്രവാർത്ത. ഞാൻ അങ്ങയുടെ പത്രസമ്മേളനം ആദ്യം കാണിക്കുകയും ആ പത്രസമ്മേളനത്തെ തുടർന്ന് അങ്ങയുടെ കീഴുദ്യോഗസ്ഥനായിട്ടുള്ള ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ആ അങ്ങ് പറഞ്ഞ കാര്യത്തെ നേരെ തകിടം മറിച്ചു കൊണ്ടിറക്കിയ ഉത്തരവും ഞാൻ ഇവിടെ കാണിക്കുന്നു.
അപ്പോൾ മിനിസ്റ്ററായിട്ടുള്ള മിസ്റ്റർ ഗണേഷ് കുമാർ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങ് പറയുന്നതൊന്നുമല്ല KSRTC നടപ്പിലാക്കുന്നത്. ഇവിടെ ചില രാഷ്ട്രീയ താപ്പാനകൾ, ഇവിടുത്തെ ട്രേഡ് യൂണിയൻ താപ്പാനകൾ അടക്കി വാഴുന്ന ഒരു സാമ്രാജ്യം തന്നെയായിട്ട് KSRTC നിലനിൽക്കുന്നു. അവിടെ സാധുക്കളായിട്ടുള്ള ഡ്രൈവർമാരെയും മെക്കാനിക്കുമാരെയും പീഡിപ്പിക്കാൻ വേണ്ടി അങ്ങയുടെ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് ഇവന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തെളിവുകൾ സഹിതം ഓർമ്മിപ്പിക്കുന്നു. നന്ദി. Thank you.